ജിൻഡോ കയറരുത്, ജിൻഡോ കയറരുത്. ഫിനാലയിൽ വേണം, TRP വേണം നമുക്ക്. ഫിനാലയിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഫൈനൽ വോട്ടിങ്ങിൽ ജാസ്മിൻ കയറണം. നമ്മുടെ PR ടീമൊക്കെ സെറ്റല്ലേ? പിന്നെ PR ടീം എല്ലാം സെറ്റാണ്. ജാസ്മിൻ കയറണം. ഇതിന് മാത്രം കയറാൻ എന്ത് വടേ എന്ന് നമുക്കിപ്പോൾ വിഷയത്തിലോട്ട് വരാം. ആദ്യം തന്നെ എല്ലാവരും ലൈക്ക്, സബ്, വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തോ. അപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ജനങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഇപ്പം അകത്തും പുറത്തും ജിൻഡോയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഗൂഢാലോചനകൾ വ്യക്തമായിട്ട് നല്ല സ്പഷ്ടമായിട്ട് നടപ്പും ഉണ്ട്. അതിലൊന്നും ഒരു കുറവുമില്ല. PR ടീം, മുല്ലയുടെ മൂക്കള ഫാൻസ്, PR ടീമുകളെല്ലാം കൂടി ഇറങ്ങിയിട്ടുണ്ട് ജിൻഡോയെ വലിച്ചു കീറാനായിട്ട്. ഇടയ്ക്ക് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ജിൻഡോയുടെ കാലൊടിയണം കൈയൊടിയണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന മുല്ലപ്പൂവിൻ്റെ PR ടീംസിന്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇത് നമ്മുടെ 4th ജംഗ്ഷനിൽ വന്നിട്ടുള്ള ഒരു വോയിസ് ആണ്. ജിൻഡോയെ തോൽപ്പിക്കണം വോട്ടുണ്ടെങ്കിൽ എന്ന് വലിയ മുതലാളി ഷോയിലുള്ള ഒരുത്തൻ മൂക്കള എന്ത് മാങ്ങയാണ് നിനക്കൊക്കെ ആക്കിയത് എന്ന് കൂടിയുള്ള വോയിസ് ഇടേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ 4th ജംഗ്ഷൻ ഒരു വോയിസ് പുറത്തിട്ടിട്ടുണ്ട്. മൂക്കളെ 4th or 5th അല്ലാതെ ഏത് സ്ഥാനത്ത് വന്നാലും ഉടായ്പാണ്, നീയൊക്കെ കുറെ ഉടായ്പ് കാണിക്കുക, അതിനകത്ത് നിന്റെയൊക്കെ ഓരോ പ്രവൃത്തിയും ചോർത്തുന്ന ആളുകൾ ഉണ്ടെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുക. അപ്പോൾ ഈ വോയിസിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഇപ്പോൾ 4th ജംഗ്ഷൻ വിട്ടിട്ടുള്ളത് അതിൻ്റെ അകത്തുള്ള ഒരാൾ സംസാരിച്ച എന്നുള്ള രീതിയിലുള്ള ഒരു വോയിസ് എന്ന് പറഞ്ഞിട്ടാണ് 4th ജംഗ്ഷൻ വിട്ടിട്ടുള്ളത്. എന്തായാലും അത് PR ആയാലും ആർമി ആയാലും ഏത് നാറി ആയാലും കാണിക്കുന്ന ശുദ്ധ പോക്കൃത്തനം ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. കാരണം ജിൻഡോയെ വേണം TRP കയറ്റാൻ. ഇതിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വോയിസ് ആണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വോയിസ് ആയിരിക്കും, എന്തൊക്കെയായാലും, അല്ലെങ്കിൽ ആർമി ഗ്രൂപ്പുകളിൽ വന്ന വോയിസ് ആയിരിക്കും, എന്തുമാവും. പക്ഷെ ഏതായാലും വളരെ പോക്കൃത്തനം പിടിച്ച പരിപാടിയാണ് ഈ കേട്ടർ. ഇനി ഞാൻ വോയിസ് ഫുള്ളൊന്ന് കൊടുക്കാം, നിങ്ങളൊന്നുകൂടി കേട്ടു നോക്ക്. ജിൻഡോ കയറരുത്, ജിൻഡോ കയറരുത്. ഫിനാലയിൽ വേണം, TRP വേണം നമുക്ക്. ഫിനാലയിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഫൈനൽ വോട്ടിങ്ങിൽ ജാസ്മിൻ കയറണം. നമ്മുടെ PR ടീമൊക്കെ സെറ്റല്ലേ? ഫൈനലിലോട്ട് ജാസ്മിൻ കയറണം, PR ടീം എല്ലാം സെറ്റല്ലേ? എന്തുവാടാ ഇത്ര ഇതിലും മുല്ലപ്പൂവിൽ ഇരിക്കുന്നതിനാണ് ഞാൻ നോക്കുന്നത്. ഫൈനലിൽ ജാസ്മിൻ കയറണം. എന്തിനാണ് ഈ ജാസ്മിനെ കേറ്റുക എന്നുള്ളൊരു ആ ഒരു ടോക്ക് എന്താ? അത് എന്തിനാണ്? അതിന്റെ റീസൺ എന്താണ്? എന്താണ് നിങ്ങളും ജാസ്മിനും തമ്മിലുള്ള എഗ്രിമെന്റ്സ്? അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ടോ? എന്താണ് സംഭവം? ഒരു പിടിയും കിട്ടുന്നില്ല. ജിൻഡോയെ തകർക്കണം, ജിൻഡോ വേണം, TRPക്ക് വേണ്ടിയിട്ട് ജിൻഡോ അതുവരെ വേണം, പക്ഷെ അത് കഴിഞ്ഞാൽ വേണ്ട ഫൈനലിൽ ജാസ്മിൻ കയറണം. എന്താണ് നിങ്ങളുടെ ഉദ്ദേശശുക്തി? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് സത്യത്തിൽ അവിടെ നടക്കുന്നത്? ഈ ഷോയിൽ ഏതെങ്കിലും കീടാണുക്കൾ ഉണ്ടെങ്കിൽ, ഡൊമക്സിലെ കീടാണുക്കൾ പോലെ ഉണ്ടെങ്കിൽ അതിനെ കിണ്ടി എറിയുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഭയങ്കര ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ ഈ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നുള്ളൊരു സാധനം മാത്രമേ നമുക്കിനി ക്ലിയർ ചെയ്യാനായിട്ടുള്ളത്. ഇത് ഒറിജിനൽ ആണെങ്കിൽ എൻ്റെ മോനെ സൂപ്പർ. ഇതിന് മാത്രം മുല്ലപ്പൂ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എന്താണ് നിങ്ങളുടെ എഗ്രിമെന്റ് എന്നും അറിയത്തില്ല. പിന്നെ ഈ ജിൻഡോയെ തകർത്തിട്ട് എന്താണ് അവിടെ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിന് മാത്രം ജിൻഡോ എന്താ അവിടെ തെറ്റ് ചെയ്തത്? ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ഇതുണ്ട്. ആർമി കളികളാണോ, PR ടീമുകളാണോ? PR ടീമുകളെല്ലാം സെറ്റ് അല്ലേ? അതിൽ തന്നെ ഒരു വശപ്പശക ഇല്ലേ? അല്ലേ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. എനിക്കിതിപ്പോൾ കേട്ടിട്ട് ഞാൻ കിളി പറഞ്ഞിരിക്കുകയാണ്. ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും ഫേവറൈസ് ചെയ്യുന്നതെന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ. നിങ്ങളും അതേ ചിന്തയിലായിട്ട് മാറും, ഉറപ്പാണ്. കാരണം ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ അതെന്തോ വശപ്പശക. ഫൈനൽ വരെ വേണം, ജിൻഡോ വേണം, പോകാൻ പാടില്ല. അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടില്ല, ടാസ്കിൽ അഭിഷേകമായിട്ടുള്ള അടിയിൽ ചിലപ്പോൾ എടുത്ത് കിണ്ടി എറിഞ്ഞേനെ ജിൻഡോ നേരത്തെ തന്നെ, മനസ്സിലായ? അതുകൊണ്ട് അവസാനം വരെ വേണം. ജിൻഡോ ഉണ്ടെങ്കിൽ TRP കയറാൻ പറ്റത്തില്ല. ഇപ്പൊ ജിൻഡോ ജാസ്മിൻ എന്നുള്ളൊരു ഫൈറ്റൊക്കെ ചിലപ്പോൾ ആൾക്കാർ പ്രതീക്ഷിച്ചു. പിന്നെ ജിൻഡോയ്ക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ജനങ്ങൾ കയറി കാണും. ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടാണ്. ജാസ്മിനൊന്നും 7 അയലത്ത് മുട്ടത്തില്ല. ജിൻഡോയുടെ 7 അയലത്ത് മുട്ടാൻ പറ്റത്തില്ല. അമ്മാതിരി സപ്പോർട്ടാണ് ജിൻഡോയ്ക്കൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സ്ഥിതിക്ക് എന്തുകൊണ്ടും ജിൻഡോ അവസാനം വന്നു കഴിഞ്ഞാൽ കപ്പടിക്കാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. കാരണം ഈ പറയുന്ന മുല്ലപ്പൂവിനേക്കാൾ വോട്ട് ജിൻഡോയ്ക്ക് കിട്ടുമ്പോൾ ഉറപ്പാണ് ലാസ്റ്റ് കപ്പടിക്കാൻ പോസിബിലിറ്റി ഈ പറയുന്ന ജിൻഡോയാണ്, മനസ്സിലായി? അപ്പൊ അങ്ങനെ നിൽക്കുന്ന സ്ഥിതിയിൽ അവസാനം വരെ TRPക്കും വേണം. പക്ഷേ അവസാന ഘട്ടമാകുമ്പോൾ ഈ പറയുന്നത് ജിൻഡോ പുറത്താവാൻ വേണം. അതിനാണ് PR ടീം സെറ്റല്ലേ എന്നുള്ളൊരു സാധനം കേൾക്കുന്നത്. ഇത് എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും വോയിസ് കേട്ടു, ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ജിൻഡോയെ തകർക്കാൻ വേണ്ടിയുള്ള ഈ PR ടീമുകളും ശക്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്, മനസ്സിലായ?
ഇതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വിടുന്ന ഒരു വോയിസ് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എങ്കിലും നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം നമ്മൾ പറയാൻ നിൽക്കത്തില്ല. ഉറപ്പുള്ള കാര്യമാണ് നമ്മൾ ഉറപ്പിച്ചങ്ങ് പറയും. മനസ്സിലായി? ഇതിപ്പോൾ ഫോർത്ത് എൻഷോർ വോയിസ് വിട്ടായിരുന്നു. അപ്പോൾ ആ വോയിസ് കേട്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നു. ഉറപ്പായിരുന്നെങ്കിൽ വലിച്ചു കയറി ഒട്ടിച്ചിട്ട് ഞാൻ പോകുമായിരുന്നു. എന്തായാലും ബാക്കി വോയിസും വേറെ കാര്യങ്ങളൊക്കെ വിടും എന്നുള്ളൊരു റൂമറുണ്ട്. എന്തായാലും വരെയാണെങ്കിൽ നമുക്ക് അതും കാണാൻ, ഞാൻ ഉറപ്പായിട്ട് അതും കൊടുക്കാം. എന്തായാലും ഞാൻ സത്യം ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം കേട്ടോ. ഒരുമാ 4 കളി 6 കളിക്കാമെന്നല്ല, അതിപ്പോൾ ER ആയാലും ഏത് UR ആയാലും ആർമി ആയാലും എന്തായാലും 4 കളി കളിക്കാൻ നിൽക്കരുത്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ 4 കളി കളിച്ച് ആരെ മുന്നോട്ട് കൊണ്ടുവരാൻ നിൽക്കരുത്. പിന്നെ അതിന് മാത്രം എന്തിനാണ് ഈ മുല്ലപ്പൂവിനെ സപ്പോർട്ട് ചെയ്ത് കയറ്റുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഒക്കെയോ എനിക്ക് സംതിങ് ഫിഷി അടിക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് അടിക്കുന്ന അതേ ഡൗട്ട് തന്നെയാണ് എനിക്ക് അടിക്കുന്നത്. ഞാൻ പിന്നെ തുറന്നൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, വാട്ട് എവർ. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ നിലവിലെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് കയറി നിൽക്കുന്ന പോലത്തെ ജനങ്ങളുടെ സപ്പോർട്ട് ഈ മുല്ലപ്പൂവിനും ഇല്ല, അവിടെ നിൽക്കുന്ന ആർക്കും ഇല്ല. ഒരു പോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ജിൻഡോയ്ക്ക് കിട്ടുന്ന സപ്പോർട്ട് എൻ്റെ മോനെ വേറെ ലെവലിൽ സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇനി ജിൻഡോയെ നെഗറ്റിവിറ്റി കയറ്റി വിട്ട് ജിൻഡോ തൊലപ്പിച്ച് നശിപ്പിച്ച് നാറാണത്താക്കിയിട്ടുള്ള പരിപാടിയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മളെപ്പോലെയുള്ളവരെല്ലാവരും പ്രതികരിക്കുക തന്നെ ചെയ്യും നിലവിൽ. മനസ്സിലായ? കാരണം ഇല്ലാത്ത കഥയോ കള്ളക്കഥയോ എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കി ഉണ്ടാക്കി വിട്ട് നാറ്റിക്കാനുള്ള പ്ലാനും കൊണ്ട് ഏവനെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ആ 4 കളിയെ വലിച്ചു കയറി അവരൊട്ടിക്കുക തന്നെ ചെയ്യും. മനസ്സിലായ? ഇതിന് മാത്രം മുല്ലപ്പൂവിനെ സപ്പോർട്ട് ചെയ്ത് കേട്ടിട്ട് എന്ത് ബെനിഫിറ്റ്സ് ആണ്, എന്തിനാണ് നിങ്ങൾ ഫേവറൈസ് ചെയ്യുന്നതെന്ന് എല്ലാം വരും ദിവസങ്ങളിൽ പൊട്ടിത്തെറിക്കും. മനസ്സിലായ? അതും വെയിറ്റ് ചെയ്തിരുന്നു, പൊട്ടിത്തെറിക്കും. എന്തായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നതും ഒക്കെ സത്യം തന്നെ. പിന്നെ കർമ്മ എന്ന് പറയുന്ന സാധനത്തിലൊക്കെ എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ അത് കറങ്ങി തിരിഞ്ഞ് വരേണ്ട സമയത്ത് അത് വരികയും ചെയ്യും, പണി മേടിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ജിൻഡോയെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ജിൻഡോ ഇഷ്ടമാണെങ്കിൽ ജിൻഡോയ്ക്ക് തന്നെ വോട്ട് കിട്ടും. അതിൻ്റെ പേരിൽ ഇവിടെ ഏത് 4 PR ടീമുകൾ ഇറങ്ങി കളിച്ചു കഴിഞ്ഞാൽ, ഏത് തലതൊട്ടപ്പന്മാർ ഇറങ്ങി നിന്ന് കഴിഞ്ഞാലും വലിച്ചു കീറേണ്ടതിനൊക്കെ ജനങ്ങൾ മുന്നിലിട്ട് തന്നെ വലിച്ചു കീറി നാറാണത്താക്കിയിട്ട് പോകും. ഈ പറയുന്ന ഞാനും നിങ്ങളടക്കം. മനസ്സിലായി? നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം. എനിക്ക് അല്ലാതെ അവിടെ ഒരു എനിക്കിപ്പോൾ അറിയാവുന്ന കണ്ടസ്റ്റൻറ്റുകൾ ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആരാണ് അവിടെ ന്യായമായിട്ട് നമുക്ക് വോട്ട് കാര്യങ്ങളൊക്കെ തോന്നുന്നു, അത് നമ്മൾ ഓപ്പണായിട്ട് പറയും. ഇപ്പോൾ ജിൻഡോ, എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടി ഇങ്ങനെ ജിൻഡോ ടാർഗറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമാണ് തോന്നുന്നത്. എന്തിനാണ് അവനിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? ജനങ്ങളുടെ സപ്പോർട്ട് ജിൻഡോയ്ക്ക് ഉള്ളതുകൊണ്ട് അവനെ ടാർഗറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. മനസ്സിലായി? അതൊക്കെ ഭയങ്കര മോശം പരിപാടിയാണ്. ഈ മുല്ലപ്പൂവിനെ മാത്രം ഇങ്ങനെ ഫേവറൈസ് ചെയ്യുന്ന എന്തിനെന്നാണ് എനിക്ക് ഒട്ടും അങ്ങോട്ട് ട്രിഗർ അടിക്കാതെ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻസും കാര്യങ്ങളും രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏത് കണ്ടസ്റ്റിനാണ് ഇഷ്ടം എല്ലാം നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ അഭിപ്രായം നമുക്ക് നോക്കണം. പിന്നെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിലോ അറിയിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ മെസ്സേജ് അയക്കുക. ഉറപ്പായിട്ട് റിപ്ലൈ തരും, നമുക്കത് നോക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ നിലവിൽ എന്തായാലും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.